ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ വിനായക ചതുർത്ഥി ആയിരിക്കും അല്ലേ? അപ്പം എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ, ഗണേശ് ചതുർത്ഥി ആശംസകൾ. വീഡിയോ എക്സ്ക്ലൂസീവായിട്ട് വീട്ടിൽ എന്താ ചെയ്തത് എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പക്ഷെ ഇന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഒരു ഇലക്കൊഴക്കട്ടയാണ്. ശരി, വിനായക ചതുർത്ഥിയായിട്ട് അത് കറക്റ്റായിട്ട് വന്നു എന്നുള്ളതാണ്. വിനായക ചതുർത്ഥി ദിവസം പ്രസാദമായിട്ട് വെക്കുന്ന ഒന്നൊന്നും അല്ലാട്ടുള്ളൂ. ഇത് ഒരു വ്യത്യാസമായിട്ടുള്ള ചായക്ക് വൈകുന്നേരം പലഹാരം പോലെ കഴിക്കുന്ന ഒരു കൊഴക്കട്ടയാണ് ഇലക്കൊഴക്കട്ട. പക്ഷെ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഷെഡ്യൂളായിട്ട് വിനായക ചതുർത്ഥി ദിവസം തന്നെ കൊഴക്കട്ട തന്നെ അങ്ങോട്ട് വന്നു. സന്തോഷമായി എനിക്ക് ആ ഷെഡ്യൂളിൽ വന്നപ്പോൾ. ഇലക്കൊഴക്കട്ട കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇലയിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൊഴക്കട്ടയാണ്. എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, ചായയുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു പലഹാരമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടാവും. വരൂ കാണാം വളരെ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന ഇലക്കൊഴക്കട്ട. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇലക്കൊഴക്കട്ട. ഇലക്കൊഴക്കട്ടയ്ക്ക് ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ കുതിരണം. നമ്മുടെ പച്ചരി നിങ്ങളുടെ കയ്യിന് 2 പിടി, 1 പിടി നമ്മുടെ കടലപ്പരിപ്പ്, പിന്നെ 1 പിടി ചെറുപരിപ്പ്. ഓക്കെ, ചെറുപരിപ്പ് മൂങ് ദാൽ എന്ന് പറയണത് അത്. ഞാൻ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കുതിർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് അയ്യോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കാണിക്കണത്. പച്ചരി എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പിടി പച്ചരി, 1 പിടി കടലപ്പരിപ്പ്, 1 പിടി ചെറുപരിപ്പ്, ഇതെല്ലാം കൂടി ഒരു 4-5 മണിക്കൂർ കുതിർക്കുക. എന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പം മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 1.5 പിടിയോളം തേങ്ങ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. മഷി പോലെയല്ല, പക്ഷെ എന്നാലും ഒരു തരുപരു എന്നുള്ള രീതിയിൽ അരച്ചെടുക്കാം. കാണിച്ചു തരാം കേട്ടുള്ളൂ. അപ്പം ഞാനിത് അരച്ചിട്ടുണ്ട്. ഇത് ഒരാളുടെ സഹായം ഇല്ലാണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനു വന്നതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. ഇത് നോക്കൂ, ഇതുപോലെ തരുന്നാണ് അരച്ചിരിക്കുന്നത്. ഫൈനായിട്ടുള്ള പേസ്റ്റ് അല്ല. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് ആക്കാം. തിക്കായിരിക്കണം, ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ച് കൂട്ടരുത്. അടദോശക്കൊക്കെ നമ്മൾ അരക്കില്ലേ, അതുപോലുള്ള ഒരു തരുക്ക് പെരുക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പിടാം. ഇതിന് വേണ്ട ഉപ്പ് മതി, പ്രോസസ്സ് കുറച്ച് വേറെയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇല കുഴക്കട്ടയ്ക്ക് ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇല വാട്ടിയെടുക്കുക. എന്നിട്ട് 1 സ്പൂണ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇലയടക്കൊക്കെ തേക്കില്ലേ, അതുപോലെ ഇല താഴെ കാണരുത്. ഓക്കെ, സി, ഇതിൽ ഇല താഴെ കാണാത്ത പോലെ തേക്കുക. എന്നതിന് ശേഷം ഫോൾഡ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഞാനിവിടെ എല്ലാ ഇലയാക്കിയിട്ടുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കണു. 1 സ്പൂൺ എടുക്കുന്നു, ഇതിലേക്ക് ഇടുന്നു, എന്നിട്ട് ഒന്ന് പരത്തുന്നു. ഇല അടിയിൽ കാണരുത്, അത്ര മാത്രമേ ഉള്ളൂ. അടച്ചു വെച്ചു. അവിടെ ചെമ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇഡ്ഡലി ചെമ്പ്. ഞാൻ ഇനി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കാൻ പോവാണ്. ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെക്കാം. നിങ്ങളുടെ മാവ് ഒഴുകണ കൺസിസ്റ്റൻസി ആവാൻ പാടില്ല, ഇല്ലെങ്കിൽ സൈഡ് കൂടെയൊക്കെ വരും. അപ്പോൾ
ഇങ്ങനെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇലക്കുഴക്കട്ട നന്നായിട്ട് വരുള്ളൂ. അതും പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര തിക്കല്ല, പരത്താൻ കിട്ടും വേണം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. എല്ലാം ഒരു ട്രിപ്പിൽ തന്നെ എൻ്റെ പോവും. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തുറക്കാം. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഓരോ ഇലക്കുഴക്കട്ടയും കിട്ടുക. പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല, കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതുപോലെ ഓരോ ഇലയട പോലെ ആയിരിക്കും കുഴക്കട്ട നിങ്ങൾക്ക് കിട്ടുക. എല്ലാം ഇതുപോലെ എടുത്ത് മാറ്റുക. ഈ ഇലയെന്ന് എടുത്ത് മാറ്റുക. ഓക്കെ അല്ലേ? അപ്പം ഇതുവരെയ്ക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇലക്കുഴക്കട്ട നമ്മൾ അടയ്ക്ക് മുറിക്കണ മാതിരി പീസായിട്ട് മുറിച്ചെടുക്കുക. ഇത് ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇലയുടെ മണവും ചെറുപരിപ്പും കടലപ്പരിപ്പും തേങ്ങയും പച്ചരിയും ഒക്കെ അല്ലേ. ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കുക കേട്ടുള്ളൂ. അപ്പോൾ ഒരു ചീഞ്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, കറിവേപ്പില, ഒരു 10-12 ചെറിയ ഉള്ളി, വറ്റൽമുളക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പിടാം. ലേശം ഉപ്പ്, കായപ്പൊടി, നന്നായിട്ട് വഴറ്റുക. ഓക്കെ, ഇനി ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി. ഇനി ഇത് നന്നായി വഴറ്റുന്നു, അതിൻ്റെ പച്ചമണം പോകുന്നു. ഒരു ചായക്കൊക്കെ സൂപ്പറാണ് ഇലക്കുഴക്കട്ട. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച ഇലക്കുഴക്കട്ടകൾ ഇട്ട് കൊടുക്കും. നല്ല പോലെ വഴറ്റുക. ഒരുപാട് എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണ്ട, ഇല്ലെങ്കിൽ കിചിരിചോന്നാവും. ഓക്കെ, ഇനി ലേശം തേങ്ങ ഇട്ടിട്ട് ഇറക്കാം. കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഇറക്കാം.
ഈ തേങ്ങ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ആയിക്കോളും. ഇതുപോലെ ആയിരിക്കും ഇലക്കൊഴുക്കട്ട ഉണ്ടാവുക. ഓക്കെ, സെർവ് ചെയ്യാം. ഇലക്കൊഴുക്കട്ട സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചായക്കൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ കഴിക്കാം. നല്ല കട്ടൻ കാപ്പിയും ഇലക്കൊഴുക്കട്ടയും. ഇടയിൽ കടുക്ക് പിടിക്കുമെന്ന് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കടിക്കും. അത്രയ്ക്ക് ഫ്ലേവറാണ്. കായും ചെറിയ ഉള്ളിയും തേങ്ങയും നല്ലൊരു കാമായിട്ട് ഒരു പുസ്തകമൊക്കെ വായിച്ച് എവിടെയെങ്കിലുമൊക്കെ നോക്കി കാപ്പിയും കുടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് കഴിക്കാം. നല്ല വല്ല പാട്ടുമൊക്കെ കേട്ട് സന്ധ്യ എന്താ പറയുക, ഇങ്ങനെ ഒരു 4:30-5 മണിക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ചുറ്റോട് ചുറ്റും ഇരുന്ന് കൂട്ടം കൂടി കഴിക്കാം. പിന്നാമ്പുറത്ത് അടുക്കളുടെ ഭാഗത്തെ ഞാനൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. അടുക്കളുടെ ഭാഗത്ത് പോയി ഇരുന്ന് കഴിച്ച് വർത്താനം പറഞ്ഞ് എന്താല്ലേ ആ കാലം. ചായയും കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ അവിടുന്ന് നേരെ ഈ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും മുത്തശ്ശി അവിടുന്ന് പറയും, എണീക്കും പിള്ളേരെ, സന്ധ്യ ആവാറായി, അടിച്ചു വാരാൻ നോക്കും എന്ന് പറയുമ്പോൾ ഒരാൾ പട്ടച്ചൂല് എടുത്തിട്ട് പുറത്തേക്ക് പോകും, ഒരാൾ വീട് അടിച്ചു വാരാനുള്ളത് പോവും. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ പുറത്തും ചുറ്റുപാടും ഒക്കെ അടിച്ചു കോരി എന്താ ഫ്ലേവർ. വെള്ളമൊക്കെ തെളിച്ച് അപ്പോഴേക്കും ഒരു 5:15-5:30 ആയിട്ടുണ്ടാവും. എണ്ണയും തെരിയൊക്കെ ഇട്ട് മുത്തശ്ശി കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവും. നേരെ പോവുക, മേല് കഴുകുക, കുളത്ത് പോവുക, മേല് കഴുകുക, അല്ലെങ്കിൽ ബാത്റൂം പോയി മേല് കഴുകിയിട്ട് വരിക, എന്നിട്ട് വിളക്ക് കത്തിക്കാൻ നോക്കുക, ഉമ്മറത്തേക്ക് വിളക്ക് കൊണ്ടുവരിക, ദൈവപ്പെരയിലും എന്താ പറയുക നാഗങ്ങൾക്കും വെഴുത്തുംകാവിലും ഒക്കെ വിളക്ക് കത്തിക്കുക, വരിക, നാമം ചൊല്ലുക, ഭസ്മക്കുറി ഇട്ടിട്ട്. അപ്പുറത്ത് മുത്തശ്ശി ഇരുന്ന് നാമം ചൊല്ലുണ്ടാവും. എന്താ ഓർമ്മകളും. ഇപ്പോൾ ദുബായിൽ അപ്പുറത്തെ വീട്ടിലത്തെ ടെറസ് നോക്കിയിട്ട് ഞാനിരിക്കണം. അവരും കാപ്പി തന്നെ കുടിക്കണം. അവർക്ക് എന്നെ കാണില്ല, എനിക്ക് അവരെ കാണില്ല. അപ്പോൾ അങ്ങനെ കുറേ ഓർമ്മകൾ അല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 7:30 ആകുമ്പോഴേക്കും ചൂടോടെ പൊടിയരിക്കഞ്ഞിയും നെയ്യും കുറച്ച് സമ്മന്തിയും ഉച്ചയ്ക്ക് വെച്ച ഉപ്പേരിയും പിന്നെ പപ്പടമോ പയർക്കൊണ്ടാട്ടോ വല്ലതും ഉണ്ടാക്കി വരിയായിട്ട് ഇരുന്ന് കഴിച്ച് പിന്നെ കോസറയൊക്കെ ഇട്ട് എല്ലാവരും കൂടി കിടന്നുറങ്ങി. ഹോ, വാട്ട് എ ലൈഫ്. എല്ലാം മിസ്സാവുക.
ഇതുപോലെ എനിക്ക് തോന്നുന്നില്ലേ, നാട് അറ്റാച്ച്മെന്റ് എനിക്ക് കുറച്ച് കൂടുതലാണ്. അതാണ് മെയിൻ. നാട്ടിക്കേ പോണ്ട എന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോട്ടെ പറയാം. അത് തരം കിട്ടിയാൽ നാട്ടിക്ക് ഓടുന്ന ആള്. അപ്പോ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഓക്കെ. ആ സ്ത്രീ മലയാളിയാണെങ്കിൽ കുറച്ച് കുഴക്കട്ട കൊടുക്കായിരുന്നു. ഇനി അത് ഇംഗ്ലീഷുകാരിയാണ്. ഇനി അതിന് എരിവ് തട്ടിയിട്ട് വയറിളകി വന്നാൽ പാടി. ഓക്കെ. അപ്പം വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ. Till then, take care and bye-bye. ഞാനേ കാപ്പി കുടിച്ചത്. Winnie's Kitchen.